പാക്കറ്റ് പാൽ തിളപ്പിക്കുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പാക്കറ്റ് പാൽ ഇപ്പോഴും തിളപ്പിച്ചാണോ കുടിക്കുന്നത്? നേരത്തെ പ്രാദേശികമായി വീടുകളിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന പശുവിൻ പാലിൽ ധാരാളം ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും അടങ്ങിയിരുന്നു. ഇവയെ നിർവീര്യമാക്കാൻ പാൽ തിളപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇന്ന് പാക്കറ്റ് പാലുകളെയാണ് മിക്ക ആളുകളും ആശ്രയിക്കുന്നത്. പാസ്ചറൈസേഷൻ ചെയ്തു വരുന്ന പാക്കറ്റ് പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എന്താണ് പാസ്ചറൈസേഷൻ എന്ന് നോക്കാം. ഏവിയൻ ഫ്ലൂ വൈറസ്, മൈക്രോബാക്ടീരിയ, ഈകോളി, കോക്സിയല്ല, ലിസ്റ്റീരിയ, കാമ്പിലോബാക്ടർ എന്നിവ ഉൾപ്പെടെയുള്ള മാരകമായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാൻ ഒരു നിശ്ചിത സമയത്തേക്ക് ഉയർന്ന താപനിലയിൽ പാൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ. പാക്ക് ചെയ്ത പാൽ ആദ്യമേ തന്നെ പാസ്ചറൈസ് ചെയ്തതാണ്. ദോഷമായ ബാക്ടീരിയകളെ നശിപ്പിക്കാനും പാലിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും ഈ പ്രക്രിയ സഹായിക്കും. അതിനാൽ ശരിയായി സംഭരിച്ച് പാക്ക് ചെയ്ത് പാസ്ചറൈസ്ഡ് പാൽ തിളപ്പിക്കാതെ നേരിട്ട് കുടിക്കുന്നത് സുരക്ഷിതമാണ്. ഈ പാൽ വീണ്ടും തിളപ്പിച്ചാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കില്ലെന്ന് മാത്രമല്ല, പാലിന്റെ പോഷക ഗുണം കുറയ്ക്കാനും ഇത് കാരണമാകും. പാസ്ചറൈസ് ചെയ്ത പാൽ 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയിൽ 10 മിനിറ്റിലധികം തിളപ്പിക്കുമ്പോൾ വിറ്റാമിൻ B2, B3, B6, ഫോളിക് ആസിഡ് എന്നിവ ഉൾപ്പെടെ പല വിറ്റാമിനുകളും ധാതുക്കളുടെയും അളവ് കുറയും. കൂടുതൽ നേരം തിളപ്പിച്ചാൽ വിറ്റമിൻ ഡിയുടെ അളവ് കുറയും. ഇത് കാൽഷ്യം ആഗിരണം ചെയ്യുന്നത് കുറയാനിടയാക്കും. അതല്ല, പാൽ ചൂടോടെ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ പാൽ ചൂടാക്കി മാത്രം കുടിക്കാം, തിളപ്പിക്കേണ്ടതില്ല. അതുപോലെ കൊഴുപ്പ് കുറഞ്ഞ പാൽ മിതമായ രീതിയിൽ മാത്രം ചൂടാക്കിയാൽ മതി. ഇത് പാലിൽ അടങ്ങിയ പ്രോട്ടീൻ നഷ്ടമാകാതെ സംരക്ഷിക്കും. കൂടാതെ ആൽമണ്ട് മിൽക്ക്, സോയാ മിൽക്ക് എന്നിവ തിളപ്പിക്കാൻ പാടില്ല. ചൂടാക്കുന്നത് പാലിന്റെ പോഷക ഗുണവും രുചിയും നഷ്ടപ്പെടാൻ കാരണമാകും.